കേരളത്തിൽ 2026 അസംബ്ലി ഇലക്ഷൻ സമാപിച്ചു. ചിരവൈരികളായ LDFും UDFും ഇത്തവണ കടുത്ത പോരാട്ടവീര്യമാണ് കാഴ്ചവെച്ചത്. പ്രചരണ പരിപാടികളിൽ ഇന്ത്യയും ഒട്ടും മോശമായിരുന്നില്ല. ഇനി നീണ്ട കാത്തിരിപ്പാണ്. ഈ കാത്തിരിപ്പിനൊടുവിൽ ആര് വീഴും ആര് വാഴും എന്ന് കാത്തിരിക്കുകയാണ് പൊതുജനം. ഇത്തവണത്തെ ഇലക്ഷന്റെ ഒരു പ്രത്യേകത, ഇലക്ഷൻ പ്രചരണ പരിപാടികൾക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂ. ഏതാണ്ട് 25 ദിവസത്തിൽ താഴെ മാത്രമേ ഇത്തവണ ഇലക്ഷൻ പ്രചാരണ പരിപാടികൾക്ക് ലഭിച്ചിട്ടുള്ളൂ. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ റീസെൻ്റ്ലി നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFന് ചെറിയ ഒരു അഡ്വാൻറ്റേജ്, ഒരു ചെറിയ UDF തരംഗമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിരുന്നു. ഇത്തവണത്തെ ഇലക്ഷൻ പ്രചാരണ പരിപാടികൾ ആരംഭിച്ച് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇലക്ഷന്റെ പൾസ് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ UDF അനുകൂല ചാനൽ എന്ന ആരോപണം നേരിടുന്ന മനോരമയുടെ സർവേ ഫലങ്ങൾ പുറത്തുവരികയും അത് UDFന് ചെറിയ എഡ്ജ് നൽകുകയും ചെയ്തു. എന്നാൽ അവസാന ലാപ്പിൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. മിക്ക സർവേകളും സമ്മിശ്ര ഫലങ്ങളാണ് എടുത്തു കാണിച്ചിരുന്നത്. മാതൃഭൂമിയുടെ സർവേയിൽ LDFന് ചെറിയ എഡ്ജ് നൽകിയിരുന്നു. മിക്ക ചാനൽ സർവേകളും LDFനും UDFനും സാധ്യതകൾ കൽപ്പിച്ചു. വസ്തുതകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം 5 മുതൽ 10% വരെ UDFന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഇത്തവണ പോറ്റിയെ കേറ്റിയെ ക്ലിക്ക് ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ LDF ക്ഷേമ പദ്ധതികളും പെൻഷനുകളും നടപ്പാക്കുവാൻ അതിന് ക്രെഡിബിലിറ്റിയുള്ള, അതിന് ആംബിയറുള്ള ഒരു ഭരണകൂടം LDF വന്നാൽ മാത്രമേ സാധിക്കൂ, LDFന് മാത്രമേ സാധിക്കൂ എന്ന ഒരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുകയും ആ അവകാശവാദത്തിന് നല്ല പോസിറ്റീവായ പ്രതികരണങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ ഇലക്ഷനിൽ മലപ്പുറം, എറണാകുളം ജില്ലകളിൽ UDFന് നല്ല മേൽക്കൈയുണ്ട്, അത് ഒരു സത്യമാണ്. എന്നാൽ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, തെക്കോട്ട് വന്നാൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ LDFന് UDFനേക്കാളും അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് മലപ്പുറം, എറണാകുളം ജില്ലകളിൽ കിട്ടുന്ന UDFന്റെ മേൽക്കോയ്മയെ ഈ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലെ അഡ്വാൻറ്റേജിലൂടെ LDF മറികടക്കുകയോ ബലാബലത്തിൽ എത്തുകയോ ചെയ്യും. മധ്യ തിരുവിതാംകൂറിൽ UDF വലിയ മേൽക്കോയ്മയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത്തവണത്തെ ഇലക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതുതലമുറയിലെ ഒരു ചെറിയ പെർസെൻറ്റേജ് ശരിയായ പൾസ് എന്താണെന്ന്, ഇലക്ഷന്റെ ശരിയായ പൾസ് എന്താണെന്ന് മനസ്സിലാക്കാതെ അവർക്ക് കിട്ടുന്ന തെറ്റായ ഫീഡ്ബാക്കിൽ വീണു പോകുന്ന ഒരു ചെറിയ പെർസെൻറ്റേജ് പുതുതലമുറയിൽപ്പെട്ട വോട്ടർമാരുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അവരൊക്കെ എന്താ പറയുക, മൂക്കാതെ പഴുത്ത ഒരു ജനറേഷനാണ്, മൂക്കാതെ പഴുത്ത ജനറേഷൻ്റെ ഭാഗമാണ്. SSLCക്കും +2നും ഒക്കെ ഫുൾ A+ കിട്ടുകയും എന്നാൽ മലയാളത്തിലും പൊതുവിജ്ഞാനത്തിലും വലിയ ഗ്രാഹ്യമൊന്നുമില്ലാത്ത ഒരു പുതുതലമുറയിലെ ഒരു ചെറിയൊരു ന്യൂനപക്ഷമുണ്ട്. അവർക്ക് കിട്ടിയ പൾസും അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കും തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ ഭാഗമായി അവർ ചെയ്യുന്ന വോട്ടും ഈ ഇലക്ഷനെ ചെറിയ രീതിയിൽ, വളരെ നിസ്സാരമായ രീതിയിലും ബാധിക്കാൻ സാധ്യതയുണ്ട്. ആകെ മൊത്തം നോക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് തുല്യ ശക്തികളുടെ പോരാട്ടമാണ്. LDFനും UDFനും തുല്യ സാധ്യതകളാണ്. എങ്കിലും അവസാന ലാപ്പിൽ LDFന് എടുക്കാമായിരുന്ന ഒരു അഡ്വാൻറ്റേജ്, ഒരു എഡ്ജ് അവർ മുതലാക്കിയോ
എന്ന കാര്യത്തിലും സംശയമുണ്ട്. അവസാന ലാപ്പിൽ LDFിൻ്റെ പ്രചരണങ്ങളൊക്കെ അവരുടെ അവകാശവാദങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിത്തുടങ്ങിയിരുന്നു. ആ അവസരത്തിൽ ഇത്തവണയും ഒരു മൂന്നാം ടേമിനും ചാൻസ് ഉണ്ട് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതലയും കൂടി LDFിനുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു ക്യാമ്പയിൻ എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സന്ദേഹമുണ്ട്. അങ്ങനെ ചെയ്യുവാൻ സാധിച്ചിരുന്നെങ്കിൽ LDFിന് വ്യക്തമായ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കുമായിരുന്നു. എങ്കിലും വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തരംഗമില്ല. ഈ തെരഞ്ഞെടുപ്പ് തുല്യ ശക്തികളുടെ പോരാട്ടമായിരുന്നു.